ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ സബ്ജക്റ്റ് എക്സൽ ഹൗ ടു ക്രിയേറ്റ് ഡേറ്റ് കൺട്രോളിംഗ് കോംബോ ബോക്സ് എക്സൽ VBA. ആദ്യമായി ഞാൻ ഇവിടെ ഡെമോ വീഡിയോ കാണിക്കുകയാണ്. ഇവിടെ ഫോമിൽ 2 കോംബോ ബോക്സ് ഉള്ളത്. ഒന്നിൽ മന്ത്, ഞാനിവിടെ ജനുവരി സെലക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ കോംബോ ബോക്സ് എന്തായിരിക്കണം? ഡേറ്റ് ആൻഡ് ഡേ ഇരിക്കണം. ഓക്കെ, 131. ഇനി ഫെബ്രുവരി 1 to 28. ഓക്കെ, കറക്റ്റ്. നമുക്ക് ഡിസംബർ സെലക്ട് ചെയ്യാം. ഡേറ്റ് ആൻഡ് ഡേ എന്തായി? 31. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഡെവലപ്പർ ടാബിലേക്ക് പോകാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. Developer tab, Visual Basic, Insert, Userform. Okay. Right click Property. Property ഇപ്പോൾ ബാക്ക് കളർ എന്തായിരിക്കണം? ബാക്ക് കളർ യെല്ലോ ആയിരിക്കട്ടെ. ഇനി താഴെ കൺട്രോൾ ടൂൾ ബോക്സിൽ വന്നിട്ട് മൂന്നാമത്തെ ഐക്കൺ കോംബോ ബോക്സ്. Property window, FM border style single, height നമുക്ക് 25 കൊടുക്കുക. Font പഹോമ 10. ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ 2 കോംബോ ബോക്സായി. കോംബോ ബോക്സ് 1, കോംബോ ബോക്സ് 2. ഇനി കോംബോ ബോക്സ് 1ലേക്ക് നമുക്ക് മന്തിനെയും ഫില്ല് ചെയ്യണം. അതിന് വേണ്ടി യൂസർ ഫോറം ഡബിൾ ക്ലിക്ക്, പ്രൊസീഡർ ഇനീഷ്യലൈസ്, ഒരു വേരിയബിൾ എടുക്കുക. ഫോർ i equal 1 to 12 ആണ്, 12 മാസത്തേക്ക്. മീ ഡോട്ട് കോംബോ ബോക്സ് 1 dot add item, month name bracket open I, any next I. ഇതൊന്ന് റൺ അടിക്കാം. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഇനി ഒന്നാമത്തെ കോംബോ ബോക്സിൽ നമുക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ സെൻറ്ററിൽ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ കോംബോ ബോക്സിൽ നമുക്ക് കോളം കൗണ്ട് 1 പോരാ, 2 വേണം. ഡേയും വേണം, ഡേറ്റും വേണം. ഓക്കെ, 2. ഇനി ഒന്നാമത്തെ കോംബോ ബോക്സ് ഡബിൾ ക്ലിക്ക്, പ്രൊസീഡർ ചേഞ്ച്, കറൻ്റ് ചേഞ്ച് തന്നെ ഉള്ളത്. ഇവിടെ നമുക്കൊരു വേരിയബിൾ എടുക്കാം. ഫോർ i equal 1 to 31 ദിവസമല്ല ഉള്ളത്, 31. a equal i എന്താ? ഡേറ്റ് ആയി. ആൻഡ് ഡബിൾ കോഡ് റൈറ്റ് സ്ലാഷ് ആൻഡ് ഡബിൾ കോഡ് ആൻഡ് മന്ത് നെയിമോ? മന്ത് നെയിം മീ ഡോട്ട് കോംബോ ബോക്സ് 1. പിന്നെ ആൻഡ് ഇയർ ഇവിടെ 2021 കൊടുക്കുക, 22 കൊടുക്കുക. നാം ഇവിടെ നിന്ന് ഇയർ കൊടുക്കുക. ഇയർ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഇയർ ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയി. ഇനി കോംബോ ബോക്സിലേക്ക് ഫില്ല് ചെയ്യണം. മീ ഡോട്ട് കോംബോ ബോക്സ് 2 ഡോട്ട് ആഡ് ഐറ്റം എന്ത് ചെയ്യണം? എ. ഓക്കെ, ഇതൊന്ന് റണ്ണടിക്കാം. ജനുവരി
നെക്സ്റ്റ് 2 ടി വന്നോ. ഓക്കെ, ജനുവരി 31 ജനുവരി. ഇനി ഫെബ്രുവരി സെലക്ട് ചെയ്യുക. 31. ഫെബ്രുവരി 28 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യാനുണ്ട് ഈ കോഡിനെ. ഇവിടെ എന്ത് ചെയ്യുക? നമുക്ക് സി ഡേറ്റ് മോഡ് കൊടുക്കുക. ഓക്കെ, അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഓൺ എറർ റീസൺ നെക്സ്റ്റ്. ഫെബ്രുവരി 28 വരെ ഉള്ളൂ. അപ്പം നമ്മുടെ 1-31 കൊടുത്തിന്. അപ്പോൾ ഡിബഗ് കാണിക്കും. അതിന് വേണ്ടിയ ഓൺ എറർ റീസൺ. ഉദാഹരണത്തിന് ഇവിടെ ക്യാൻസൽ ചെയ്യുക, ഇതൊന്ന് ഫ്രീസ് ചെയ്യുക. എന്നിട്ട് നോക്കാം നമുക്ക് ഫെബ്രുവരി ഡിബഗ്. ഇതൊന്ന് ഫ്രീസ് മാറ്റാം. റീഫ്രഷ്. ഫെബ്രുവരി 28 മുകളിൽ പോകാൻ പാടില്ല. സെപ്റ്റംബർ 30, ഡിസംബർ 31 ഡിസംബർ. ഓക്കെ, ഇനി ഇവിടെ എന്ത് വേണം? ഡേ വേണം. me.combobox2.list bracket open me.combobox2.list count -1,1 ഈ എന്ത് ചെയ്യണം? ഫോർമാറ്റ് ഏനെ സി ഡേറ്റ് എ ബ്രാക്കറ്റ് ക്ലോസ് കോമ ഇവിടെ 2 ആവുന്നത് ബ്രാക്കറ്റ് ക്ലോസ് കോമ ഡേ മോഡിൽ. ഓക്കെ, ഒന്ന് റണ്ണടിക്കാം. ജനുവരി ഫ്രൈഡേ സൺഡേ ഒന്ന് ചെക്ക് ചെയ്യണം നമ്മൾ. ജനുവരി സ്റ്റാർട്ട് ഡേറ്റ് ഏതാ? ഫ്രൈഡേ. സ്റ്റാർട്ട് ഡേറ്റ് ഫ്രൈഡേ കറക്റ്റ്. എൻഡ് ഡേറ്റ് ഏതാ? സൺഡേ. ഓക്കെ, സൺഡേ. ഇനി കറണ്ട് മന്ത് ജൂൺ. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ me.combobox2.clear ചെയ്യണം. തൊട്ട് മുമ്പുള്ള ഡാറ്റ ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ളതുണ്ടോ അതിന് ശേഷമുള്ളതുണ്ടാവും. ഓക്കെ, ജനുവരി. ഓക്കെ, ജനുവരി മാത്രം ഉണ്ടോ? ഓക്കെ, ഇനി ജൂൺ കൊടുക്കുക. ജൂൺ 1 ജൂൺ ട്യൂസ്ഡേ. കറണ്ട് മന്ത് ട്യൂസ്ഡേ കറക്റ്റ്. എൻഡ് 30 വെഡ്നസ്ഡേ. ഓക്കെ, കറക്റ്റ്. ഫെബ്രുവരി 28. ഇനി നമുക്കൊന്ന് ചെയ്യാം. ഇയർ എന്ന് മാറ്റിയ 2020 കൊടുക്കുക. അപ്പോൾ ഫെബ്രുവരി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇയറുടെ ഫ്രീസ് ചെയ്യാൻ നമുക്ക് ഫെബ്രുവരി 29 കറക്റ്റ്. എന്നാൽ 2020 ഫെബ്രുവരി 29 ഡേറ്റാണ് സാറ്റർഡേ.
ഇനി കറണ്ട് ഇയർ ഫെബ്രുവരി 28. ഓക്കെ, ഈ വീഡിയോയോട് കൂടി അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.